From the following income and expenditure account and balance sheet of a club, prepare its receipts and payments account and subscription account for the year ended 31st March 2016. Income and expenditure account is given upkeep of ground, printing, salary, depreciation, rent, subscription, sale of newspaper, lectures, entrance fee, miscellaneous income, deficit. Balance sheet as at 31st March 2016, subscription in advance 2016-17 അടുത്ത വർഷത്തേക്കുള്ളതാണത് 100. Price fund opening balance interest less prices. General fund opening balance less deficit add entrance fee. Furniture, ground and building, price fund investment, cash in hand, subscription outstanding 2015-16 ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. Following adjustments have been made in the above accounts. Upkeep of ground 600 and printing rupees 240 relating to 2014-15 പഴയ വർഷത്തതാണ്. That is paid in during the year 2015-16. Half of the entrance fee has been capitalized by transfer to general fund. Entrance fee പകുതി ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് ഫീയുടെ പകുതി ഈ ജനറൽ ഫണ്ടിന്റെ കൂടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പകുതി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഉണ്ട്, പകുതി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും ഉണ്ട്. 1300 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും ഉണ്ട്. 1300 രൂപ അവര് ബാലൻസ് ഷീറ്റിൽ പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാന്ന് പറഞ്ഞിട്ട് അത് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ജനറൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു ഫണ്ട് ഇവിടെ കാണുന്നത് പ്രൈസ് ഫണ്ടാണ്. ഇതിലൊക്കെ ചില ടീച്ചേഴ്സ് ഒക്കെ റിട്ടയർ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഒരു എമൗണ്ട് സ്കൂളിന് കൊടുക്കും. എന്നിട്ട് ആ എമൗണ്ട് സ്കൂള് ഒരു ബാങ്ക് ഡെപ്പോസിറ്റിൽ ഇടും. ആ ടീച്ചർ നമ്മൾ കണക്ക് പഠിപ്പിച്ചിരുന്ന ടീച്ചർ ആയിരുന്നു. അപ്പൊ ടീച്ചർ പറയും എല്ലാ വർഷവും ഈ സ്കൂളില് മാത്സിൽ ഫസ്റ്റ് വാങ്ങുന്ന കുട്ടിക്ക് എൻ്റെ വക 1000 രൂപ 2000 രൂപ കൊടുക്കണമെന്ന് പറയും എല്ലാ വർഷവും. അപ്പോ സ്കൂൾ ചെയ്തിരിക്കുന്നത് അവര് തന്ന എമൗണ്ട് ബാങ്കിലിട്ടു, അതിന് ഇൻട്രസ്റ്റ് 1000 രൂപ കിട്ടി, ഇപ്പൊ 26,000 ആയി. അപ്പൊ അതിൽ നിന്ന് 2000 രൂപയുടെ പ്രൈസ് ആ കുട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഫണ്ട് വീണ്ടും 24,000 റുപ്പീസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കൊടുത്തു പോകും എല്ലാ വർഷവും. അപ്പൊ അത് പ്രത്യേക പർപ്പസിന് വേണ്ടിയുള്ള ഫണ്ടാണ്. അപ്പൊ പ്രൈസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ട് അങ്ങനെ ഇട്ടിരിക്കണം. പ്രൈസ് ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് 25,000 ഉണ്ടായിരുന്നു, അതിന് വീണ്ടും 1000 റുപ്പീസ് ഇൻട്രസ്റ്റ് കിട്ടി, അതിന് പ്രൈസ് കൊടുക്കേണ്ടി വന്നു 2000. ഇനി ബാലൻസ് ആ ഫണ്ട് 24,000 ആണ്. ഇനി എന്താണ് സബ്സ്ക്രിപ്ഷന്റെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2014-15 റുപ്പീസ് 800 and 15-16 is 700. Subscription received in advance 2014-15 200 and 2015-16 for 2016-17 is 100. 2015-16 2016-17 വേണ്ടി 100 രൂപ കൊടുത്തിട്ടുണ്ട്. അതായത് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. 16-17 എമൗണ്ട് ഈ വർഷം 100 രൂപ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 200 രൂപ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഈ വർഷത്തേക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടും റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഐറ്റംസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ടിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, പ്രിന്റിങ്ങിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, നമ്മുടെ എൻട്രൻസ് ഫീയെ പറ്റി പറയുന്നുണ്ട്, പകുതി ഇവിടെയും പകുതി അവിടെയും കിടക്കുന്നുണ്ടെന്ന്. സബ്സ്ക്രിപ്ഷൻ പിന്നെ 2-3-4 അഡ്ജസ്റ്റ്മെന്റ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇത്രയേ ഉള്ളൂ, വലിയ ക്വസ്റ്റ്യൻ അല്ല, ചെറിയ ടൈപ്പ്. നമ്മൾ വരക്കുന്നു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. ഏത് വർഷം? 31st March 2016. നെക്സ്റ്റ് വേണ്ടത് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിൽ നമുക്ക് ചെയ്യാം. എക്സ്പെൻസിന്റെ വർക്കിംഗ് മാത്രം ചെയ്താൽ മതി, സബ്സ്ക്രിപ്ഷൻ പിന്നെ അക്കൗണ്ടിലായിട്ട് ചെയ്യാം, വർക്കിംഗ്സ് വേണ്ട. ഓക്കെ, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് അതൊരു എക്സ്പെൻസ് ആണ്. ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ 10,000 ആണ്. വർക്കിംഗ് നോട്ട് നമ്പർ 1, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ 10,000. നമ്മുടെ അടുത്ത വർക്കിംഗ് എന്താണ്? പ്രിന്റിംഗ് ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ 1,000.
1000. സാലറിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഒന്നും പറയുന്നില്ലല്ലോ സാലറി. ഇപ്പൊ നേരെ എഴുതട്ടെ, പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. പേയ്മെന്റ് സൈഡിൽ സാലറി, പേയ്മെന്റ് സൈഡിൽ സാലറി, അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാത്തതൊക്കെ നേരെ എഴുതാം. സാലറി 11,000, സാലറി 11,000. ഡിപ്രീസിയേഷൻ നമുക്ക് ഇഗ്നോർ ചെയ്യാം, ഒന്നും ചെയ്യേണ്ടതില്ല, ഡിപ്രീസിയേഷൻ വിട്ട് കളഞ്ഞേക്കും. ഓക്കെ, റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സിൽ വരില്ല. റൈറ്റ്. റെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നേരെ എഴുതാം, റെന്റ് നേരെ എഴുതാം. റെന്റ് എത്രയാണ്? 600. സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഉള്ളതാണ് തന്നിരിക്കുന്നത്. അതായത് ഈ സബ്സ്ക്രിപ്ഷന് ക്രെഡിറ്റിലല്ലേ വരും, എല്ലാ സബ്സ്ക്രിപ്ഷനും ക്രെഡിറ്റിലാണ് ഉണ്ടാവുക ടോട്ടൽ ചെയ്തിട്ട്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ക്ലോസ് ചെയ്യുമ്പോൾ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അല്ലേ നമ്മൾ എഴുതുക. ഓപ്ഷനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക്. 17,320 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ എല്ലാവർക്കും? സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്, ക്ലബിന്റെ ഇൻകം ആണ് സബ്സ്ക്രിപ്ഷൻ. ആ ഇൻകത്തെ നമ്മൾ നോമിനൽ അക്കൗണ്ട് ആണ്, നോമിനൽ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ഈ വർഷം പോകുന്നത് 17,320 ആണ്. ഓക്കെ, ഇവിടെ റിസീവ് ചെയ്ത എമൗണ്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. റിസീവ് ചെയ്ത എമൗണ്ട്, അതിനകത്ത് ഇനിയും കിട്ടാനുള്ള എമൗണ്ട്, നമ്മൾക്ക് മുമ്പ് കിട്ടിയ എമൗണ്ട്, അതിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് കിട്ടിയ എമൗണ്ട് എല്ലാം മൈനസ് ഒക്കെ ചെയ്തിട്ട് കിട്ടിയ എമൗണ്ട് ആണ് ഈ 17,320. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, അതൊരു റെസീറ്റ് ആണ്. 260. ലെക്ചേഴ്സ് 1,500. ലെക്ചേഴ്സ് 1,500. എൻട്രൻസ് ഫീ രണ്ടെണ്ണുണ്ട്. എൻട്രൻസ് ഫീ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഉള്ളതുകൊണ്ട് ക്യാപിറ്റലൈസ് ചെയ്തതുണ്ട്. ഓക്കെ, രണ്ടും കൂടെ കൂട്ടുമ്പോ 1,300 ഇവിടെ ഉണ്ട്, 1,300 എവിടെയുണ്ട്? നമ്മളെ ബാലൻസ് ഷീറ്റിലും കിടക്കുന്നുണ്ട് 1,300. ഓക്കെ, അപ്പൊ 2,300 ഉണ്ട്. 1,300 പ്ലസ് 1,300 ദാറ്റ് ഈസ് 2,600 ആണ് എൻട്രൻസ് ഫീ. ബ്രാക്കറ്റിൽ കാണിച്ചോളൂ കേട്ടോ. 1,300 പ്ലസ് 1,300 ക്യാപിറ്റലൈസ് ചെയ്ത 1,300 ഉണ്ട്. ഓക്കെ, അപ്പൊ മൊത്തം 2,600 ആണ്. മിസ്ലേനിയസ് ഇൻകം ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. മിസ്ലേനിയസ് 400 rupees. Then a deficit, ignore the deficit because we are not constructing balance sheet. We preparing only receipts and payments account, therefore ignore the deficit. Next balance sheet like varam. Balance sheet le vaikku. Balance sheet price fund opening balance 25,000. Add interest received. അപ്പൊ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ട് ഈ വർഷം. റെസീറ്റ് ആൻഡ് പേയ്മെന്റിൽ നമുക്ക് ഇപ്രാവശ്യം കാണിക്കേണ്ടതുണ്ട്. ഒരു ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ പ്രൈസ് ഫണ്ട് റെസീറ്റിൽ കാണിക്കുക. ഈ വർഷം കിട്ടിയ റെസീറ്റ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ പ്രൈസ് ഫണ്ട് amount 1,000. and also price distributed prices amount 2,000, that is the payment 2,000. then general fund opening balance less deficits ഒന്നും വരില്ല. എൻട്രൻസ് ഫീ അത് ഓൾറെഡി നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് ഫീ. ഫർണിച്ചർ നമ്മൾ ഈ വർഷം വാങ്ങിയതാണെന്നൊന്നും പറയുന്നില്ല. ഫർണിച്ചർ നേരത്തെയുള്ള ഫർണിച്ചർ ആയിരിക്കണം. ഗ്രൗണ്ട് ആൻഡ് ബിൽഡിംഗ് ഇപ്രാവശ്യം വാങ്ങിയതാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ അവർ പറയും അതിനെ പറ്റിയിട്ട്, നേരത്തെ ഉള്ളതാവും. പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നേരത്തെ ഉള്ളതാവും. ക്യാഷ് ഇൻ ഹാൻഡ് 2,300. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് ഇവിടെ കാണിക്കുക. ബാലൻസ് carry down, closing cash in hand, balance carry down, that is 2,300. right, എല്ലാവരും എത്തി അവിടെ? Okay, next is subscription outstanding 2015-16. 2010. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 2015-16. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനിയും കിട്ടാൻ 2015-16 അല്ലേ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്ക്? അതെ. അപ്പോ ഇതിൽ ഇനിയും കിട്ടാനുണ്ട്. നമ്മൾ റവന്യൂവിൽ അതും കൂടി ആഡ് ചെയ്യണം. ബൈ ഔട്ട്സ്റ്റാൻഡിംഗ് എൻഡ് അതും കൂടെ ആഡ് ചെയ്യണം. ബൈ ഔട്ട്സ്റ്റാൻഡിംഗ് ഈ വർഷം ഇനിയും കിട്ടാനുണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യണം. ബൈ ഔട്ട്സ്റ്റാൻഡിംഗ് ഇനിയും കിട്ടാനുണ്ട്. 700 rupees കിട്ടാനുണ്ട്. സബ്സ്ക്രിപ്ഷനിൽ അത് നമ്മൾ ആഡ് ചെയ്തു. ആഡിങ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ, ബിക്കോസ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകം ആണ്. അതിലേക്ക് നമ്മൾ ഒരു 700 കൂടി കിട്ടാനുള്ളത് ആഡ് ചെയ്തു.
അടുത്തത് പറയുന്നത് എന്താണ്? അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് 600 ആൻഡ് പ്രിന്റിംഗ് 240 റിലേറ്റിംഗ് ടു 2014-15 were paid in 2015-16. അപ്പോ പഴയ അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ടും പ്രിന്റിംഗ് ഉണ്ട്. പഴയത് ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്, ഇതല്ലേ ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്, റൈറ്റ്? ഓക്കെ പറഞ്ഞാൽ എഴുതും ഞാൻ. ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്, യെസ്. 600 and 240. 600 and 240 രണ്ടും ആഡ് ചെയ്യാനുള്ളതാണ്. 600 and 240. 600 and 240. Next, second adjustment, 1/2 of the entrance fees has been capitalized. അതൊക്കെ നമ്മൾ ചെയ്തതാണ്. Third one, subscription outstanding to 2014-15 was 800. Subscription outstanding in 2014-15 പഴയ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടാവും. പഴയ ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ഇവിടെ റെസീറ്റിൽ വരും, കിട്ടും. ഓക്കെ, അപ്പൊ അതോടൊന്ന് മാറ്റണ്ടേ? ടു ഔട്ട്സ്റ്റാൻഡിങ് പഴയത് നമ്മൾ മാറ്റുക. എത്രയാണ് എമൗണ്ട് പഴയത് കിട്ടിയത്? 800 റുപ്പീസ്. പഴയത് കിട്ടിയത് നമ്മൾ മാറ്റി, 800 റുപ്പീസ് മാറ്റി. വീണ്ടും ആൻഡ് ഫോർ 2015-16 റുപ്പീസ് 700. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിനകത്തുനിന്ന് കണ്ടൂല്ലേ 700 നമ്മൾ. 15-16 ഈ വർഷത്തത് ഇനിയും കിട്ടാനുണ്ട് എന്നിട്ട് 700 ബാലൻസ് ഷീറ്റിൽ നമ്മൾ കണ്ടില്ലേ? ആ 700നെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഫോർത്ത് അഡ്ജസ്റ്റ്മെന്റ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 14-15. 14-15 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. അത് നമ്മുടെ ഈ വർഷത്തെ റവന്യൂ അല്ലേ? അത് 14-15 നമുക്ക് ഈ വർഷത്തേക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളത് ആഡ് ചെയ്യട്ടെ ഇതില്. ബൈ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ബൈ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ബൈ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 200. And in 2015-16 for 16-17 100. 16-17 വേണ്ടിയിട്ട് 100 രൂപ കിട്ടിയിട്ടുണ്ട്. അടുത്ത വർഷം 16-17 എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വർഷത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ വെക്കട്ടെ, 2 മാറ്റണ്ടേ? എല്ലാവർക്കും മാറ്റണ്ടേ? ഇത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത വർഷത്തേക്ക് വേണ്ടി 16-17 വേണ്ടി ഇപ്പൊ തന്നെ തന്നിട്ടുണ്ട് ചില ആൾക്കാര്. അവരത് ഇവിടുന്ന് നമ്മൾ മാറ്റി 100 രൂപ മാറ്റി. അപ്പൊ നമുക്ക് ഇവിടെ വരും ബൈ ക്യാഷ്. ഈ വർഷം കിട്ടിയത് എത്രയാന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും ബൈ ക്യാഷ്. ഒന്ന് ആഡ് ചെയ്തേ, ഇതെല്ലാം ആഡ് ചെയ്തു. ഇത് ബാലൻസിങ് ഫിഗർ, ബാലൻസിങ് ഫിഗർ ആണ്. നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതി 18,220. നമ്മുടെ അക്കൗണ്ട് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലേക്ക് കണ്ടുപിടിക്കാമായിരുന്നു. ഒരു പ്രത്യേകം അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് ചെയ്താൽ മതിയായിരുന്നു വളരെ എളുപ്പത്തിൽ. റൈറ്റ്, 17,320 ആണ് ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ. 17,320. ഇത് നമ്മൾ നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സിലേക്ക് എടുത്ത് എഴുതണം. റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സിൽ റെസീറ്റ് സൈഡിൽ നമ്മൾ എടുത്ത് എഴുതണം. റെസീറ്റ് സൈഡിൽ നമ്മൾ എഴുതണം. നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയതാണ്. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. 17,320 സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതണം. അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്തപ്പോ 10,600, ഇവിടെ 10,240. അപ്പൊ രണ്ടും ഇവിടേക്ക് എടുത്ത് അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് അതേപോലെ പ്രിന്റിംഗ്. upkeep of ground printing. Upkeep of ground 10,600 and printing 1,240. Opening cash balance ഉണ്ടായിരുന്നിരിക്കണം. That is 4,660. Balance brought down. That is 4,660. അപ്പോ ഇനി ആഡ് ചെയ്യാം രണ്ട് സൈഡും.
27,740. 4,660 നമ്മള് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തിട്ട് മറ്റേ മൈനസ് ചെയ്യല്ലേ? ഈ ഇതിന് ക്രെഡിറ്റ്സ് മറ്റേ നമ്മുടെ ക്യാഷിലെ പേയ്മെന്റ് സൈഡ് ടോട്ടൽ ചെയ്യുക 27,740. അതിൽ നിന്ന് ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4,660 കിട്ടും.